ഇന്ത്യ സഖ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വലിയ തോൽവിക്ക് പിന്നാലെ മുന്നണിയുടെ കെട്ടുറപ്പിന് ഇളക്കം തട്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ ഇപ്പോൾ പല പാർട്ടികളും വിസമ്മതിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരുടെ എണ്ണം 100-നടുത്ത് എത്തിയതോടെ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുത്തതാണ്. എന്നാൽ പിന്നാലെ വന്ന ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ കനത്ത തോൽവിയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇതോടെയാണ് കോൺഗ്രസിനെ മേൽക്കൈ നഷ്ടമായി തുടങ്ങിയത്. ഇവിടെയാണ് മമതാ ബാനർജിയുടെ നിലപാട് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നതും. ഇനി മുതൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന തൃണമൂൽ അധ്യക്ഷ കൂടിയായ മമതാ ബാനർജി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യ കക്ഷികളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണ് മമതയുടെ പരാമർശത്തോടു കൂടി ഉണ്ടായത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തുടർച്ചയായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സഖ്യം ശക്തിപ്പെടുത്തുമെന്നും സമാജ്വാദ് പാർട്ടി പറഞ്ഞപ്പോൾ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ് ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ ശില്പിയെന്ന് RJDയും അവകാശപ്പെട്ടിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ വലിയ പങ്ക് വഹിക്കുമ്പോൾ ആത്മപരിശോധന നടത്താൻ സമാജ്വാദ് പാർട്ടിയും CPIയും ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസിന് ഇത് തലവേദനയായി കഴിഞ്ഞിട്ടുമുണ്ട്. മമതാ ബാനർജിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യണമെന്നും അവർക്ക് 100% പിന്തുണയും സഹകരണവും നൽകുമെന്നും സമാജ്വാദ് പാർട്ടി ദേശീയ വക്താവ് ഉദ്വീർ സിംഗ് പറഞ്ഞു. മമതാ ബാനർജി എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യകക്ഷി നേതാക്കൾ അത് പരിഗണിച്ച് അവർക്ക് പിന്തുണ നൽകണം. ഇത് സഖ്യത്തെ ശക്തിപ്പെടുത്തും. ബംഗാളിൽ BJPയെ തടയുന്നതിന് മമതാ ബാനർജി നേതൃത്വം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ത്യയെ നയിക്കാൻ മമത യോഗ്യയാണെന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമില്ല. BJPയുടെ 400 സീറ്റ് എന്ന മോഹം തകർത്ത 4 നേതാക്കന്മാരിൽ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, MK സ്റ്റാലിൻ എന്നിവർക്കൊപ്പം നിന്ന ശക്തിയാണ് മമതാ ബാനർജി. ഇതിൽ BJPക്ക് ഏറ്റവും ശത്രുത മമതാ ബാനർജിയോട് തന്നെയാണ്. 2019 അപ്രതീക്ഷിതമായിട്ട് 18 സീറ്റ് കിട്ടിയ ഫലത്തിൽ 30 സീറ്റ് പിടിക്കാൻ ഇറങ്ങിയ BJPക്ക് 6 സിറ്റിംഗ് സീറ്റുകളായിരുന്നു ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത്. BJPയുടെ പതനം ഭംഗിയായിട്ട് TMCയും മമതയും അവിടെ പൂർത്തിയാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമത ഇന്ത്യ നേതാക്കന്മാരെ നേരിൽ കണ്ട് പിന്തുണ തേടിയിരുന്നു. ഓപ്പറേഷൻ TMC നടത്തി നേതാക്കന്മാരെ പാർട്ടിയിലും അതുവഴി ഇന്ത്യ മുന്നണിയിലും എത്തിക്കാമെന്ന വാക്കും മമതാ ബാനർജി നൽകിയിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാരിന് അധിക നാൾ വാഴ്ചയില്ല എന്നും മമതാ ബാനർജി അവകാശപ്പെടുന്നുണ്ട്. സർക്കാർ കാലാവധി തികയ്ക്കില്ല എന്ന വാക്ക് മാത്രം നൽകിയാണ് ഇന്ത്യ നേതാക്കന്മാരെയുള്ള ചർച്ച അവസാനിപ്പിച്ച് മമത കൊൽക്കത്തയ്ക്ക് വിമാനം കയറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ഇന്ത്യ മുന്നണിയുമായി അകന്നു നിൽക്കുകയായിരുന്നു മമതാ ബാനർജി. ബംഗാൾ കോൺഗ്രസ് ഘടകവും CPMും മമതയെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നതോടെയാണ് മമതയ്ക്ക് നിയന്ത്രണം നഷ്ടമായത്. തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകില്ല എന്നും മുന്നണി മര്യാദകൾ ബംഗാൾ കോൺഗ്രസ് ലംഘിച്ചുവെന്നും മമത ആരോപിക്കുകയായിരുന്നു. ബംഗാളിലെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ അധിരഞ്ജൻ ചൗധരിയുടെ അന്ധമായ വിരോധമാണ് മമതയെ ഇന്ത്യ മുന്നണിയുടെ ശത്രുപക്ഷത്ത് നിർത്തിയത്. എന്നാൽ മമതയുമായുള്ള ബംഗാൾ ഘടകത്തിന്റെ തുറന്ന ഏറ്റുമുട്ടലിനെതിരെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ രംഗത്തേക്ക് വന്നതോടെയാണ് അന്ന് മഞ്ഞുരുകിയത്.